കളിച്ച് തീ കൊണ്ടാണ് മണവാളന്റെ ഈഗോ തൊട്ട് കഴിഞ്ഞാൽ മക്കളെ ആരാണെങ്കിലും അവൻ റിങ്ങിലിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഈ റേസും കാണിച്ച് അല്ലെങ്കിൽ ഇതുപോലെ കാറിന്റെ അകത്ത് കയറി കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കിടന്ന കളിയല്ല റിങ്ങിലുള്ള കളി കേട്ടാ. ഇതുപോലെയൊക്കെ ഓപ്പൺ ആയിട്ട് വന്ന് ചലഞ്ച് ഒക്കെ കൊടുക്കും മണവാളനത്. ഞാൻ ഇൻസ്റ്റയിൽ മണവാളന്റെ ഒരു ഫൈറ്റിംഗ് വീഡിയോ കണ്ടു. ഫൈറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോറി ഇട്ടിന് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എംഎംഎ ഫൈറ്റിംഗ് ഒരിക്കലും അങ്ങനെയല്ല. ഇതൊരു നാടൻ തല്ലി ഏതൊരു ബംഗാളിന് 500 രൂപ പോലും ഒരു ചായം വാങ്ങി കൊടുത്തു. മണവാളൻ ആരാണെന്ന് ഓർത്താ പല ആൾക്കാരും മണവാളൻ പല ആൾക്കാരും ഇന്ന് ആ ഒരു റിങ്ങിൽ ഇത് ഫൈറ്റ് കണ്ടപ്പോൾ ആ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ബായിയാണ്, പൊറോട്ട അടിച്ച് മേടിച്ചു കൊടുത്താണ്, കാശ് കൊടുത്തിട്ടാണ് ഇടിപ്പിച്ചെന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ ഇത് തന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഒരു ഫൈറ്റിൽ. നിങ്ങൾ എന്താ പറയണത്? ഇതിന് വെയിറ്റ് ഹൈറ്റ് അങ്ങനെയുള്ള കാറ്റഗറി ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ ആർക്കും വേണം അങ്ങോട്ട് പരസ്പരം ഇതുപോലെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ഈ ചെങ്കിസ് ഖാൻ, അതായത് ഈ പുള്ളി വരെയും വന്നിട്ട് ആ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുന്നു, ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും പറയുന്നത് വാ കളി. ഇങ്ങനെയൊക്കെ വ്യക്തമായിട്ട് വന്നിട്ട് നീ പറയുന്ന സ്ഥലത്ത് നീ പറയുന്ന റിങ്ങിൽ നിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ നിൽക്കുന്നവർ നിൻ്റെ ലെവൽ എത്രയാണ് നീ അത് ചിന്തിച്ച് നോക്ക്. നീ അടിക്കണം മോനെ, ഇറങ്ങണം മോനെ, പൂഷടാ വളോളം. ഇനി നമ്മൾ ഈഗോനെ നിൻ്റെ തൊട്ടാണ്, നിൻ്റെ ഈഗോ തൊട്ടാണ് നീ കാണിച്ചു കൊടുത്തതാണ് എല്ലാവർക്കും. ഈഗോ തൊട്ടാൽ എന്താ സംഭവിക്കുന്നത്? ഇനി ഒരു നിമിഷം നീ ഇതിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വാ നീ പറയുന്ന സ്ഥലം വാ പോ നമുക്ക് നോക്കാം. ടച്ച് ചെയ്യണത് എന്റെ ഈഗോലെ നിങ്ങൾ ടച്ച് ചെയ്യണത് നിങ്ങൾ ഈ പൊട്ടം കളി എടുത്തിട്ട് ചാമ്പ് എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് ഞാൻ ചാമ്പിരിക്കും. മനസ്സിലായ? ഇപ്പൊ